ബ്രോ നിങ്ങളൊന്ന് റിയലി ഇമാജിൻ ചെയ്ത് നോക്കിയേ, റാറ്റായിട്ടുള്ളവൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കും? അവൻ രാവിലെ എണീക്കുമോ? അവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമോ? അവൻ്റെ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടായിരിക്കുമോ? അവനൊരു പ്ലാൻ ഉണ്ടായിരിക്കുമോ? ഇതൊന്നും ഉണ്ടായിരിക്കത്തില്ല. ബട്ട് ഈഗിൾ മൈൻഡ് സെറ്റ് റിയലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോ, അവനറിയാം അവൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അവൻ്റെ ലൈഫിൽ അവൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവൻ റിയലി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ പ്രൊഡക്റ്റീവ് ആവണം എന്ന് അവനറിയാം. ഇത്രയും നാൾ നിങ്ങൾ വേസ്റ്റ് ആക്കി കളഞ്ഞ ഡേയ്സ് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. യു നീഡ് ടു ബി പ്രൊഡക്റ്റീവ്. നിങ്ങൾ എന്തു ചെയ്താലും, നിങ്ങൾ അതിന് ഈവൻ ഗേൾ ഫ്രണ്ടിനെ സെറ്റാക്കുന്ന കാര്യമായാലും, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന കാര്യമായാലും, നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്ന കാര്യമാണെങ്കിലും യു നീഡ് ടു ബി പ്രൊഡക്റ്റീവ്. അത് നിങ്ങൾക്ക് എങ്ങനെ റിയലി ഡീപ്പായിട്ട് സിംപ്ലി ചെയ്യാൻ പറ്റും? ബ്രോ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ 1 തിങ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഫോർ ഇറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രീം എന്താണ്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാം, അത് നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ട് പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പ്ലാൻ ഫോർ ഇറ്റിൽ നിങ്ങളുടെ ടൈം എങ്ങനെയാണ് നിങ്ങൾ റിയലി സ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഒരു ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്തിട്ട്, ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതിനകത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടോ? ആ ക്വസ്റ്റ്യൻ നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും കൂട്ട് റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാരുടെ കൂട്ട് ഈ വീഡിയോ ഒക്കെ വെറുതെ ഇത് യൂട്യൂബ് വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക, പൊട്ടന്മാരുടെ കൂട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ടൈം നിങ്ങൾ അലോക്കേറ്റ് ചെയ്യും, നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങും, നിങ്ങൾ എത്ര മണിക്ക് എണ്ണിക്കും, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ ചെയ്യും, നിങ്ങളുടെ ടൈം എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇവിടെ നിന്ന് പറയത്തില്ല, ഓ നിങ്ങൾക്ക് അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ വരും, ഭയങ്കരമായിട്ട് ഡിസിപ്ലിൻ വരും. നോ, അങ്ങനെ ഒരു പൊട്ടത്തരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാർഡായിരിക്കും ചെയ്യാൻ, നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ വരും. ബട്ട് റിയലി നിങ്ങൾ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്, പ്ലാൻ ഫോർ ഇറ്റ്. പ്ലാൻ ഫോർ ഇറ്റ് നിങ്ങൾ എഴുതി തന്നെ വെക്കുക, പ്ലാൻ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് നാളെ എന്താണ് ചെയ്യാനുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷിച്ചു, ഓ ബ്രോ പറഞ്ഞു എന്നോട് പ്ലാൻ ചെയ്യാം, അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാം, നല്ല രസമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ. എനിക്കും അത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന, ഡോപ്പമിൻ തരുന്ന ഒരു കാര്യമാണ് ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ. ബട്ട് ഒരിക്കലും പ്ലാൻ ചെയ്ത് നിങ്ങളെ ടൈം കളഞ്ഞ് പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മണ്ടത്തരമാണ് എല്ലാവരും, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്തൊരു മണ്ടത്തരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓ പ്ലാൻ ചെയ്യുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് റിയലി ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്ലാൻ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ലൈഫ് സ്റ്റൈൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് റാഡ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ബ്രോ നമ്മൾ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി, അതിൻ്റെ ഇമോഷൻ നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കി. ഓ ബ്രോ, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് ദാറ്റ് ലൈഫ്. ഈ സമയത്താണ് റിയലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ പോയിന്റിന്റെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പ്ലാൻ ചെയ്യുക എന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, വർക്ക് ലൈക്ക് എ റോബോട്ട്. ഒരു റോബോട്ടിന്റെ കൂട്ട്, റിയലി ഒരു റോബോട്ടിന്റെ കൂട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആവാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല ബ്രോ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങൾ ഡീപ്ലി ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. അതാണ് റിയലി പ്രൊക്കാസ്റ്റിനേഷന്റെ മെയിൻ ഒരു എനർജി, ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, റിയലി മനസ്സിലാക്കുക. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയാൽ മതി. നമുക്കെല്ലാവർക്കും ഡ്രീം ഉണ്ട്, നമുക്കെല്ലാവർക്കും പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ട് ലൈഫിൽ. അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു വർക്ക് ലൈക്ക് എ റോബോട്ട്. ഞാൻ ഇതിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യണമെന്നുണ്ട് ബ്രോ, ശരിയാണ് പറയുന്നത്. എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് കുറേ ആൾക്കാരുടെ റിവെഞ്ച് ഉണ്ട്. ഇതെല്ലാം ബ്രോ എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ ഒരു റോബോട്ടിൻ്റെ കൂട്ട് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഒരു കുതിരയുടെ കൂട്ട് എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും ബ്രോ. നിങ്ങൾ ഉപയോഗിക്കേണ്ട, നമുക്ക് ആരും ഇതുവരെയും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് ഞങ്ങളോട് പറയുന്നത്. യൂസ് യുവർ എനർജി. നിങ്ങളുടെ എനർജി ഉപയോഗിക്കണം. എന്തിനുള്ള എനർജി? നമ്മളെ എല്ലാവരെയും ഇത്രയും നാൾ പല ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെ ആൾക്കാർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻട്രോവേർട്ട് ആണ് പറഞ്ഞ് നീ പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെ ആൾക്കാർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്രഷ് നിങ്ങൾ അവളോട് പോയി ജസ്റ്റ് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവൾ നിങ്ങളെ വേണ്ട, സംസാരിക്കാൻ താല്പര്യം, നീ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റിജക്ട് ചെയ്ത് ഭയങ്കര ബ്രൂട്ടലായിട്ട് നിങ്ങളെ തേച്ചൊട്ടിച്ചിട്ടുണ്ട്, റൈറ്റ്? സോ ഇങ്ങനെയുള്ള എല്ലാ സംഭവവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും, കോൺസ്റ്റന്റ്ലി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു എനർജിയാണ്, അതൊരു ഫ്ലൂയിഡാണ്, അതൊരു പെട്രോളാണ്. ആ എനർജി വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു റോബോട്ടിന്റെ കൂട്ട് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ,
അതിനകത്ത് ഈ എനർജി ഉപയോഗിക്കാം. സോ ഇവിടാണ് റിയലി നിങ്ങളുടെ മൈൻഡുമായിട്ടുള്ള ബാറ്റിൽ നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളാണ് ബ്രോ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു റിയലി ഒരു മണ്ടത്തരമാണ്. ഇത് ഞാനും ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാനും കോൺസ്റ്റന്റ്ലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ പിള്ളേരെ കോച്ച് ചെയ്യുമ്പോൾ ഞാൻ അവന്മാരോട് പറയും, എന്റെ ഒരു റിയലി പ്രോബ്ലം, ഈ വീക്കിലത്തെ ഒരു പ്രോബ്ലം ഇതായിരുന്നു ഞാൻ അവരോട് പറയാനുണ്ട്. ഓക്കെ, സെറ്റ് എ ഡെഡ് ലൈൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇല്ല ബ്രോ സെറ്റ് ഡെഡ് ലൈൻ ഒന്നും ചെയ്യണം, എനിക്കിപ്പോൾ അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല, എനിക്ക് 17 വയസ്സുള്ള, അല്ലെങ്കിൽ എനിക്ക് 25 വയസ്സുള്ള, എനിക്ക് ഇനിയും ടൈം ഉണ്ട്, എനിക്ക് ഇനി 5 വർഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പൊട്ടന്മാരുടെ കൂട്ടിരിക്കരുത്. സെറ്റ് എ ഡെഡ് ലൈൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് കമ്പനീസ്, മൾട്ടി ബില്യൺ കോർപ്പറേറ്റ് കമ്പനീസ് ഡെഡ് ലൈൻ ഉള്ളത്? അവർക്ക് പ്രാന്തായോണ്ടാണ്? അല്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, ഡെഡ് ലൈൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, വി നീഡ് എ സ്ട്രിക്റ്റ് ഡെഡ് ലൈൻ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ എനിക്ക് രാവിലെ എടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ചൊന്ന് ലേസി ആയി, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇത് നിങ്ങളോട് 100% ഒതന്റിസിറ്റിയോടാണ് പറയുന്നത്. സോ നമുക്കങ്ങനെ ഉണ്ടാവാം. പക്ഷെ റിയലി നമ്മളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാൻ, ഈ വീഡിയോ ഇപ്പൊ പോലും എടുക്കാതെ എനിക്ക് മാറ്റി വേണമെങ്കിൽ വെക്കാമായിരുന്നു. ഞാൻ ഒരു ഡെഡ് ലൈൻ ഇന്ന് സെറ്റ് ചെയ്തിട്ട് ഉണ്ടായത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? ആരും ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആളോ, ആരും ഭയങ്കര എല്ലാം തികഞ്ഞിരിക്കുന്ന ആളോ, അങ്ങനെ ഒരാളെ ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റ് എ ഡെഡ് ലൈൻ. ഡെഡ് ലൈൻ. കാരണം ആ ലിമിറ്റ് നമ്മൾ വെച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇത്രയും നാൾ നമ്മളൊരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാതെ, ഈ ഇൻഫർമേഷൻ നമ്മൾ അറിയാതിരുന്നവരാണ്. ഇത്രയും നാൾ ഈ ബാഡ് ഹാബിറ്റ്, ഈ റാറ്റ് മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ മനസ്സിലായില്ലേ? സോ നിങ്ങളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡെഡ് ലൈൻ നിങ്ങളെ പ്രഷറൈസ് ചെയ്യും. സോ ഇറ്റ് വർക്ക്. ഞാൻ ഇതുവരെ പറഞ്ഞ 3 കാര്യങ്ങളാണ് റിയലി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി 100% ആക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തെടുത്തൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങളോട് ആരും, ഒരു യൂട്യൂബറും നിങ്ങളോട് ഇത് പറഞ്ഞു തരാൻ പോകുന്നില്ല. നമ്മളിതെല്ലാം ചെയ്തു. നിങ്ങൾ ഈ വീഡിയോ കണ്ടു, ഇൻഫർമേഷൻ മനസ്സിലായി, ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചു, എഴുതി വെച്ചു, എല്ലാം ചെയ്തു. ബട്ട് 4ാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് ടു ഡു വെൻ യു ഡോണ്ട് ഗെറ്റ് ദ റിസൾട്ട്. നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏത് മൈൻഡ് സെറ്റ് ആണ് അവിടെ കീപ്പ് ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും വരും എന്ന ബിലീഫ് നമുക്ക് വേണം. നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിലോ, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ, നമ്മുടെ ഇപ്പോഴുള്ള ഒരു റാറ്റ് ലൈഫ് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ, നമുക്കുള്ള ഒരു ഹാബിറ്റ്, ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിലോ, നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഗേൾ ഫ്രണ്ട് വേണം, എന്ത് കാര്യമായാലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഫെയിൽ ആവും. അത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് സംഭവിച്ചിരിക്കും എന്നുള്ള ബിലീഫ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ഞാൻ ചെയ്യുന്ന കാര്യം എല്ലാം ഫെയിലായി പോകുന്നല്ല വേണ്ടത്. ഓക്കെ, ഒരു ഘട്ടത്തിൽ ഞാൻ ഫെയിൽ ആവും, എനിക്കിപ്പോൾ ആദ്യം സക്സസ് കിട്ടിയാലും ഞാൻ പിന്നെയും ഫെയിൽ ആവും. ആ ഒരു മൈൻഡ് സെറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. റിയലി ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ലോങ് ടൈം ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാം, എല്ലാവരുടെയും കൂട്ടി ഇങ്ങനെ ജിൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ മുഖം കാണിക്കാതെ ഇങ്ങനെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്യൂട്ടിഫുൾ സൗണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ ഡോണ്ട് നോ, ആ സൗണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് എല്ലാവരും ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ, മോട്ടിവേഷൻ, ഇങ്ങനെ ഓരോ ഇമേജ് കൊടുക്കാം. ഡേവിഡ് ഗോൾവിൻസന്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഇമേജ് കൊടുത്തിട്ട് ഇങ്ങനെ ബാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പൊട്ടത്തരം ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ലോങ് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേഷനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വി നീഡ് ടു ബി ഡിസിപ്ലിൻ, we need to be consistent and we need to do self improvement. ഇപ്പൊ ചിലവർ പറയുന്നുണ്ടായിരിക്കും, ഇല്ല ബ്രോ പറയുന്നതിന്റെ കൂട്ടല്ല, ഞാൻ എന്ത് ചെയ്താലും ഫെയിൽ ആയി ബ്രോ, എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കുറെ ആഗ്രഹിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അവളോട് പോയി നേരിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവളെ കാണുമ്പോൾ എനിക്ക് മുട്ട് പറക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പൊ നിങ്ങൾ ലോൺ എടുത്ത് ട്രാപ്പായി പോകണം, നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഇപ്പൊ നിർത്താൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് കോൺസ്റ്റന്റ്ലി ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആസ് എ മാൻ വി നീഡ് ടു ബി സഫറിങ്. നമ്മൾ സഫർ ചെയ്തേ പറ്റൂ, അല്ലാതെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ 2 കാര്യങ്ങളാണല്ലോ. നമ്മൾ കൊച്ചു പിള്ളേരല്ല, നമ്മൾ പെൺകുട്ടികളും അല്ല, റൈറ്റ്? സോ എന്ന് വെച്ചാൽ അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ല ഞാൻ പറയുന്നത്, ബട്ട് വി നീഡ് ടു ബി സഫറിങ്.
നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ആ പെങ്കൊച്ചിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, വി നീഡ് ടു ബി സഫറിങ്. ഞാൻ ഒന്നും കൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വെറുതെ പൊട്ടന്മാരുടെ കൂട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കരുത്. അത് പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്, അതൊരു റാഡ് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ റിയലി ഒരു മൂവ്മെന്റ് ആണ് കേരളത്തിൽ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ മാത്രമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, യു നീഡ് ടു ടേക്ക് ആക്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന് എപ്പോഴും പറയുന്നതിനോട്ട് ലോജിക്ക് ഇല്ലാത്തവനും പൊട്ടന്മാർക്കും അയച്ച് കൊടുക്കരുത്. അവന്മാർ ഇതിനെ കളിയാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. ബട്ട് നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യണം. നിങ്ങൾക്കും അവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റണം, ഒരുമിച്ച് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവൻ അയച്ചു കൊടുക്കുക. ഓൾവേസ് റിമെമ്പർ ദിസ് ബ്രോ, ഞാൻ നിങ്ങളോട് ഓപ്പൺലി പറയുന്നു, ഐ ആം വിത്ത് യു ആൻഡ് യു വിൽ നെവർ വർക്ക് alone because we are the Z group. This is not the end, this is the beginning. Love you, brother. Umma. Today is a special day. If you know, you know.